നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ടാരോ എനർജിയിലൂടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിങ്ങും സിറ്റുവേഷനുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. അതേപോലെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ടൊരു റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അതിനകത്ത് അറിയാൻ സാധിക്കുകയും അതുവഴി നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കൂടെ തന്നെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ചാനലിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ചാനലിൽ തന്നെയാണ് ക്യാഷ് അടച്ച് നിങ്ങൾക്ക് കയറേണ്ടത്. മെമ്പേഴ്സിന് ഞാൻ 10 ദിവസം കൂടാൻ നേരത്ത് 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അതേപോലെ എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പീസ്ഫുള്ളായിട്ട് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് ലൈക്ക് ചെയ്തിട്ട് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക. എയ്റ്റ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. ഒരു വേഗതയുടെ കാർഡാണ് ഇത്, സ്പീഡിൻ്റെ കാർഡ്. വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അങ്ങനെയാണ് അവരുടെ മൈൻഡ് ഇപ്പോൾ. എയ്റ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഫയർ എലമെൻ്റാണ്. അതിൻ്റെ തടസ്സമായിട്ട് ഹൈ പ്രീസ്റ്റേഴ്സാണ് വന്നേക്കുന്നത്, ബ്ലോക്കേജായിട്ട് വന്നേക്കുന്നത്. ഹൈ പ്രീസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. ഓക്കെ. അതേപോലെ ഒരുപാട് നിഗൂഢതകളും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ദിവ്യ പരിവേഷമുള്ള മാലാഖ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിഗൂഢതകൾ, ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇപ്പം ഹൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. നിലവിൽ ഇത് റിവേഴ്സ്ഡായിട്ട് അല്ലെങ്കിൽ ബ്ലോക്കേജായിട്ട് വന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവർ വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനും ശക്തമായിട്ട് മുന്നോട്ട് പോകാനുമായിരിക്കും, രഹസ്യങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ. അതെ, എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിനകത്ത് വളരെ 100% ആത്മാർത്ഥതയെ സൂചിപ്പിക്കുന്നു. അവർ പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം എന്തൊക്കെയോ പിന്നെയും ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയെങ്കിലും അവരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനി ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. വളരെ ശക്തമായിട്ട് തിരിച്ചു വരവിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ സ്നേഹം സ്വന്തം വ്യക്തിക്ക് വേണ്ടി സുരക്ഷിതത്വം ഒരുക്കുന്നവരാണ്. അവരുടെ മൈൻഡ് എന്നുവെച്ചാൽ ഒന്നിനു വേണ്ടി ആരുടെയും മുമ്പിൽ പോവാതിരിക്കുക, സ്വന്തം വ്യക്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വിടാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ഒരുക്കുന്ന ഒരു വ്യക്തി. അതിനകത്ത് ചിലപ്പം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി ആണെന്ന് വരത്തില്ല. അവരുടെ മനസ്സിലുള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ആശ്രയിക്കുന്നവരെ സുരക്ഷിതത്വമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും. അങ്ങനെയാണ് അവരുടെ ഒരു മൈൻഡ്.
ഓക്കെ. പക്ഷേ റിവേഴ്സ്ഡായിട്ട് ഇപ്പം ഹൈ പ്രീസ്റ്റേഴ്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു മെൻറ്റാലിറ്റിയൊക്കെ മാറ്റിയിട്ടായിരിക്കാം അവർ തിരിച്ചു വരുന്നത്. കാരണം നിങ്ങളോടൊരു ആഴത്തിലുള്ള ബന്ധത്തെയും ഹൈ പ്രീസ്റ്റേഴ്സ് സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയും താൽക്കാലികമായി അകന്നിരുന്നാലും ഒരിക്കലും മനസ്സുകൊണ്ട് ഒരിക്കലും ആ ഒരു അകൽച്ച ഫീൽ ചെയ്തെന്ന് വരില്ല. അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് അവരുടെ മനസ്സറിയാം. അതേപോലെ തിരിച്ചും അങ്ങനെ രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. ഓക്കെ. 5 of Pentacles, King of Wands, Ace of Swords. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇവരുടെ നിങ്ങളിൽ നിന്നൊരു അകൽച്ച അല്ലെ ഒരു മാറ്റം ഇവരെ ഒരുപാട് പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അവരുടെ ലക്കെന്ന് പറയുന്നത്. ആ ഒരു അകൽച്ച അവരെ അടിമുടി തകർത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ഈ ഒരു തിരിച്ചുവരവിലോട്ട് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടി, ഒരു സ്ട്രെങ്ത് കിട്ടി, മെൻ്റൽ ഊർജം കിട്ടി, വ്യക്തത കിട്ടി, കാര്യങ്ങൾക്കൊക്കെ ഒരു അവബോധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വ്യക്തമായിട്ടുള്ള തീരുമാനം ലൈഫിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം. ഒരുപക്ഷെ കിങ് ഓഫ് വാൺസ് നിങ്ങളോട് ഒരുപാട് എന്താ പറയുക പെരുമാറ്റ വൈകല്യങ്ങൾ കാണിച്ച വ്യക്തിയായിരിക്കാം ഇവർ. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച വ്യക്തിയായിരിക്കാം. കാരണം നിങ്ങൾ അവരുടെ മുമ്പിൽ താന്നു കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു സ്വേച്ഛാധിപതി ഏകാധിപതി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കാത്തൊരു വ്യക്തി ആയിരുന്നായിരിക്കാം മുമ്പിലത്തെ സിറ്റുവേഷനിൽ ഒരുപാട് നിങ്ങളെ സങ്കടപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം. ഇപ്പോൾ പക്ഷേ അവർ ആ ഒരു ജീവിതം കൊണ്ട് ഇപ്പം ഈ ഒരു മാറ്റം കൊണ്ട് അവർ ഒരുപാട് ജീവിതത്തിലെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ശക്തമായിട്ട് ഈ ഒരു റിലേഷനിലോട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു തീരുമാനം അവരെടുത്തതും. ഇനി ഇതിനകത്ത് ഒരു രഹസ്യാത്മകമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ജെനുവിനായിട്ട് തന്നെ സ്വന്തം വ്യക്തിക്ക് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ അവർ തിരിച്ചു വരുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ അനുഭവം കൊണ്ട് പഠിച്ച പാഠം, അങ്ങനെ ഒരു സാഹചര്യം, അനുഭവം കൊണ്ടാണല്ലോ പലരും പഠിക്കുന്നത് അല്ലേ. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നതല്ലല്ലോ, ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടല്ലേ പലരും പാഠങ്ങൾ പഠിക്കുന്നത്. അതും ഒരു പാഠങ്ങളാണ് അല്ലേ. അനുഭവം കൊണ്ട് പഠിക്കുന്ന പാഠങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതെ, നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. ആ ഒരു കപ്പെന്ന് പറയുമ്പോൾ വാട്ടർ എലമെൻ്റാണ്, സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ആ സ്നേഹവുമായിട്ട് തന്നെയാണ് അവർ തിരിച്ചു വരുന്നത്. അവരുടെ മനസ്സും അവരുടെ ഹൃദയവും നിറച്ച് സ്നേഹവും, കപ്പെന്ന് പറയുമ്പോൾ ആ കപ്പിലെ സ്നേഹത്തെയാണ് ആ കപ്പ് സൂചിപ്പിക്കുന്നത്. ആ സ്നേഹവുമായിട്ട് തന്നെയാണ് നിങ്ങളടുത്തോട്ട് തിരിച്ചു വരുന്നത്. ഇനി അതിനകത്ത് കളങ്കമില്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സ് സൂചിപ്പിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ ഹൈ പ്രീസ്റ്റേഴ്സ് കാർഡായിരുന്നു മെജീഷ്യൻ. ഇത് ഹൈ പ്രീസ്റ്റേഴ്സും വന്നിട്ടുണ്ട്, മെജീഷ്യനും വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നിഗൂഢതയുടെ കാർഡാണ്. ഒരുപാട് കളവുകളും കാര്യങ്ങളും ഒക്കെ അവർ ഒളിപ്പിച്ച് വെച്ചിരുന്നു നിങ്ങളടുത്ത്. ഓക്കെ, ഇപ്പം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മെജീഷ്യനും എനിക്ക് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, ബ്ലോക്കേജ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് കള്ളത്തരങ്ങൾ നിങ്ങളോട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ മാന്ത്രികൻ എന്നുള്ളൊരു മീനിങ്സും ഉണ്ട് അതിനകത്ത്. ഓക്കെ, മാന്ത്രികൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നിലനിൽപ്പിന് വേണ്ടി കൺകെട്ട് കാണിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് കള്ളത്തരങ്ങളും നിലനിൽപ്പിന് വേണ്ടി അവർ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. ഇതും മജീഷ്യനും ഹൈ പ്രീസ്റ്റേഴ്സും റിവേഴ്സ്ഡ് ആയിട്ടാണ് ബ്ലോക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇനി ഒരു കള്ളമില്ല എന്നുള്ളതാണ്, നിങ്ങളോട് ഇനി കള്ളവുമില്ല, ഒരു കൺകെട്ടും അവർ കാണിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ ഇവർ വിചാരിച്ചാൽ എന്ത് കാര്യവും സാധിക്കുന്ന ഒരു വ്യക്തികളാണ്. ഇവർക്ക് അപാര കഴിവുള്ള വ്യക്തികളാണ്. അതവർ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ചില സിറ്റുവേഷൻ കൊണ്ട് അവരുടെ കുറേ കഴിവുകൾ അവർ മാറ്റിവെച്ചു. ഇവർ നല്ല കഴിവുള്ള ഏത് പ്രതിസന്ധി ഘട്ടവും തരണം ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വിൽ പവറും ഇവർക്കുണ്ട്. അതേപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഒരു ദിശാബോധത്തോടുകൂടി, ദൃഢതയോടുകൂടി, ഐക്യത്തോടുകൂടി ഒരുമിച്ച് മുന്നേറണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം.
എനിക്ക് ഇതിനകത്ത് വന്നേക്കുന്നത് മെജീഷ്യൻ, ഹൈ പ്രീസ്റ്റേഴ്സ്, ദ ചാരിയറ്റ്, ഇത് പറഞ്ഞ മേജർ ആർക്കാന കാർഡാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഒരു ആത്മീയ പാഠം അവർ പഠിച്ചു കഴിഞ്ഞു ഈ ഒരു ജീവിതം കൊണ്ട്. സ്വന്തം വ്യക്തിയെ പിന്നെ ദുഃഖത്തിലാഴ്ത്തിയതിൻ്റെ ഫലം, അല്ലെങ്കിൽ ഒറ്റയ്ക്കും ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അവർ സ്വയം മനസ്സിലാക്കിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകളെ അവർ പുറത്തെടുത്ത് ഇനി സ്വന്തം വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനമെടുത്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് കളങ്കമില്ലാത്തൊരു സ്നേഹമായിരിക്കും ഇനി മുന്നോട്ട് നിങ്ങൾക്ക് തരുന്നത്. ഒരു കൺകെട്ട് ഇനി അവരവിടെ കാണിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ ഇനി ഒരു കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് കാണിക്കില്ല എന്നുള്ളതാണ്. 9 ഓഫ് വാൺസ്, അതേപോലെ ബോട്ടമായിട്ട് എനിക്ക് കിട്ടുന്നത് 9 ഓഫ് വാൺസ് ആണ്. പക്ഷേ അവരുടെ മനസ്സിലൊരു ഭയമുണ്ട്, എപ്പോഴും ഭയന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിട്ടാണ് എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. വിജയിച്ച് നിൽക്കുകയാണ്, എല്ലാ തീരുമാനങ്ങളും എടുത്ത് ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു രീതിയിലായിട്ട് ഒരു ഭയപ്പാട് എവിടെയോ മനസ്സിലെവിടെയോ ഉണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ച സാഹചര്യങ്ങൾ മനസ്സിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ട് വരുമോ എന്നൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു ഭയത്തെ അവർ മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേരിടുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഒരുപാട് ആത്മീയമായിട്ടുള്ള പാഠങ്ങൾ പഠിച്ച് ജീവിതം തിരിച്ചറിഞ്ഞിട്ടാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് ശക്തമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ തിരിച്ചു വരാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തേക്കുന്നത്. ചിലരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം, വന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പം നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവാം, ഒരു റീയൂണിയൻ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾക്കൊരു കോള് വരും. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലുള്ളൊരു റീഡിംഗ് ആണ് ഇത്. മാറി നിൽക്കുന്ന ഒരുപാട് നാൾ മാറി നിന്ന കുറച്ച് പേരുടെ എനർജി, വളരെ വേഗത്തിൽ റീയൂണിയൻ ഉണ്ടാകാൻ പോകുന്ന കുറച്ച് പേരുടെ എനർജി, അത് മാരീഡ് ആയിട്ടുള്ള ലൈഫായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അങ്ങനെയാവാം. അപ്പോൾ എന്തുമാവാം, എന്തായാലും തിരിച്ചറിഞ്ഞ് നിങ്ങളിലോട്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ ഒരു ഊർജ്ജമാണ് എനിക്കിന്ന് യൂണിവേഴ്സ് ഇന്നിവിടെ കാണിച്ച് തന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവട്ടെ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.